നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. ജയചന്ദ്രൻ ഇനിയില്ല. ഭാവാത്മക ഗായക വിസ്മയത്തിന് വിതുമ്പലോടെ വിട ചൊല്ലി നാട്. കണക്കിൽപ്പെടാത്ത 1 ലക്ഷത്തിലേറെ രൂപ പിടികൂടി. സിബിഐയുടെ ആദ്യ പോക്സോ കേസായി വാളയാർ. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച അയാൾക്ക് 25 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും. വാർത്തകൾ വിശദമായി. ജയചന്ദ്രൻ ഇനിയില്ല. ഭാവാത്മക ഗായക വിസ്മയത്തിന് വിതുമ്പലോടെ വിട ചൊല്ലി നാട്. മലയാളി നെഞ്ചിലേറ്റിയ ഭാവാത്മക ഗായകൻ പി ജയചന്ദ്രൻ ഇനി അവിസ്മരണീയമായൊരു ഓർമ്മ. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ജയചന്ദ്രന്റെ ഭൗതികദേഹം പറവൂർ പാലിയം തറവാട്ടിലെ കുടുംബ ശ്മശാനത്തിൽ സംസ്കരിച്ചു. തറവാട്ടു വീട്ടിൽ അന്ത്യവിശ്രമം ഒരുക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു സംസ്കാരം അവിടെ നടത്തിയത്. നിശ്ചയിച്ച സമയത്തിന് മുൻപ് തന്നെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഏറെ പ്രിയങ്കരനായ ജയചന്ദ്രനെ അവസാനമായൊരു വട്ടം കൂടി കൺകുളിർക്കെ കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ജനപ്രതിനിധികളും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരടക്കം വൻ ജനപ്രവാഹമായി. കണക്കിൽപ്പെടാത്ത 1 ലക്ഷത്തിലേറെ രൂപ പിടികൂടി. മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് നടത്തിയ അപ്രതീക്ഷിത പരിശോധനയിലാണ് ഈ തുക പിടിച്ചത്. ഇന്നലെ രാത്രി 11-ന് ആരംഭിച്ച പരിശോധന ഇന്ന് പുലർച്ചെ 3 വരെ നീണ്ടുനിന്നു. ഗോവിന്ദാപുരം, മീനാക്ഷിപുരം, ഗോപാലപുരം, വാളയാർ ഔട്ടർ ചെക്ക് പോസ്റ്റുകളിലായിരുന്നു പരിശോധന. സിബിഐയുടെ ആദ്യ പോക്സോ കേസായി വാളയാർ. വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സിബിഐ അന്വേഷിക്കുന്ന ആദ്യ പോക്സോ കേസാണ്. സിബിഐ കോടതിയിൽ വിചാരണയ്ക്ക് എത്തുന്ന ആദ്യ പോക്സോ കേസും വാളയാറിലേതാണ്. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം അനുസരിച്ചാണ് സിബിഐ നിലവിൽ വന്നത്. ഇതനുസരിച്ച് പോക്സോ കേസ് അന്വേഷണത്തിന് അധികാരമില്ലായിരുന്നു. വാളയാർ കേസിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കേന്ദ്രം സിബിഐ ആക്ടിൽ പോക്സോ ഉൾപ്പെടുത്തി വിജ്ഞാപനം ചെയ്യുകയായിരുന്നു. വിചാരണയ്ക്ക് സിബിഐ കോടതിക്ക് അധികാരമില്ലാത്തതിനാൽ ആദ്യം അന്വേഷിച്ച സിബിഐ സംഘം പാലക്കാട്ടെ പ്രത്യേക പോക്സോ കോടതിയായ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. കീഴ്ക്കോടതിയുടെ വിധി മരവിപ്പിച്ച ഹൈക്കോടതി തുടരന്വേഷണത്തിനും പുനർവിചാരണയ്ക്കും ഉത്തരവിട്ടതോടെ സിബിഐ കോടതിയെ പ്രത്യേക പോക്സോ കോടതി കൂടിയാക്കാനും നടപടി സ്വീകരിക്കുകയായിരുന്നു. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച അയാൾക്ക് 25 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച അയാൾക്ക് 25 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. നന്ദിയോട് പുള്ളിമാൻ പള്ളയിലെ കുമാരനെയാണ് പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് ടി സഞ്ജു ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാനാവാത്ത പക്ഷം 4 മാസം അധിക കഠിന തടവ് അനുഭവിക്കണം. 2021 ജനുവരിയിലും മുമ്പ് മിഠായി തരാം എന്ന് പറഞ്ഞ കുട്ടിയെ കൊണ്ടുപോയി പ്രതി വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. മീനാക്ഷിപുരം ഇൻസ്പെക്ടർമാരായിരുന്ന ബാബുരാജൻ, വാഴക്കോടൻ, ജെ മാത്യു എന്നിവർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ ടി ശോഭന, സി രമിക എന്നിവർ ഹാജരായി. 15 സാക്ഷികളെ വിസ്തരിച്ച് 29 രേഖകൾ സമർപ്പിച്ചു. പിഴത്തുക കൂടാതെ അതിജീവിതയ്ക്ക് അധിക ധനസഹായത്തിനും വിധിയായിട്ടുണ്ട്. ജപ്തി നടപടിയെ ഭയന്ന യുവതി തീ കൊളുത്തി മരിച്ചു. പട്ടാമ്പി കീഴായൂരിൽ ബാങ്കിന്റെ ജപ്തി നടപടി ഭയന്ന് തീ കൊളുത്തി ആത്മാഹുതിക്ക് ശ്രമിച്ച യുവതി മരണപ്പെട്ടു. കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം താമസിക്കുന്ന കിഴക്കേപ്പുരക്കൽ ജയയാണ് മരണപ്പെട്ടത്. ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ജീവനക്കാരും മറ്റു ഉദ്യോഗസ്ഥരും ജപ്തി നടപടികളുമായി വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം. ജപ്തി നടപടി ഭയന്ന് ജയ വീട്ടിനുള്ളിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തുടർന്ന് ആളുകൾ ചേർന്ന് ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 50% പൊള്ളലേറ്റ ജയ വൈകുന്നേരത്തോടുകൂടി മരിച്ചു. സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസും തഹസിൽദാരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 2015 ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ വായ്പ എടുക്കുകയും തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് കുടിശ്ശികയടക്കം 2022 കാലഘട്ടത്തിൽ 4.25 ലക്ഷം രൂപയായി. ബാങ്ക് കോടതിയുടെ അനുമതിയോടെ ജപ്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ജപ്തി നടപടികൾക്കായി ബന്ധപ്പെട്ടവർ ജയയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീ പിടിച്ചത് പരിഭ്രാന്തി പടർത്തി. ബസ്സിന് തീ പിടിച്ചു. മണ്ണാർക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീ പിടിച്ചതാണ് പരിഭ്രാന്തിക്കിടയാക്കിയത്. ശ്രീകൃഷ്ണപുരം തിരുവാഴിയുടെ പെട്രോൾ പമ്പിന് സമീപം A1 എന്ന സ്വകാര്യ ട്രാവൽ സർവീസിന്റെ ബസ്സിനാണ് തീ പിടിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. കോഴിക്കോട് നിന്ന് പോണ്ടിച്ചേരി വഴി ചെന്നൈയിലേക്കുള്ള യാത്രാ മധ്യയാണ് തീ പടർന്നത്. ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് പുക ഉയരുന്നതാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ അപകടമണത്ത ജീവനക്കാരും യാത്രക്കാരും പെട്ടെന്ന് പുറത്തിറങ്ങിയതിനാൽ ആളപായമില്ല. പക്ഷേ വസ്ത്രങ്ങൾ അടക്കമുള്ള യാത്രക്കാർ
യാത്രക്കാരുടെ ഏതാനും ലഗേജുകൾ കത്തിനശിച്ചു. കോങ്ങാട് നിന്നും മണ്ണാർക്കാട് നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സംഭവസ്ഥലത്ത് എത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുവെങ്കിലും ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. വി കെ ശ്രീകണ്ഠൻ എംപിയും അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എംഎൽഎയും മറ്റും വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തി. AKSTU ജില്ലാ സമ്മേളനത്തിന് പൊതുസമ്മേളനത്തോടെ ഒറ്റപ്പാലത്ത് തുടക്കം. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ AKSTU പാലക്കാട് ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത് ആരംഭിച്ചു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 28ാമത് ജില്ലാ സമ്മേളനം ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുസമ്മേളനത്തോടെ ആരംഭിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. MS പൗലോസ് അധ്യക്ഷനായി. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാ ചെയർമാൻ P വിജയകുമാർ, സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM ദേവദാസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P ബിജു സ്വാഗതവും ജോയിന്റ് കൺവീനർ സാദത്ത് ഷമീൽ നന്ദിയും പറഞ്ഞു. ഇന്ന് PV കുഞ്ഞുണ്ണി നായർ സ്മാരക ഹാളിൽ പ്രതിനിധി സമ്മേളനം നടന്നു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ MN വിനോദ്, PK മാത്യു, S ജ്യോതി, MC ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകരെ ആദരിച്ചു. പെൺപെരുമ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ഏകതാ പ്രവാസി ചാരിറ്റബിൾ ട്രസ്റ്റും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്നാണ് ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പറളി, മലമ്പുഴ, അകത്തേത്തറ, പുതുശ്ശേരി, പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ ഭാരവാഹികളെയാണ് ആദരിച്ചത്. നിഷ ഗ്ലോബൽ മാനേജിംഗ് പാർട്ണർ അനില നിഖിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പറളി ഗ്രാമപഞ്ചായത്ത് രേണുക, മലമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക, അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത, പുതുപ്പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു, സുനിത സത്താർ, വേണി ഉണ്ണി, ഫെബിന എന്നിവർ സംസാരിച്ചു. മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. 3 ലക്ഷം രൂപ ചെലവിൽ 500 പേർക്ക് 45 മുതൽ 60 ദിവസം പ്രായമായ 5 വീതം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ആണ് നൽകിയത്. 5 കോഴി കുഞ്ഞുങ്ങൾ അടങ്ങിയ ഒരു യൂണിറ്റിന് 600 രൂപയാണ് ചിലവ്. സൗജന്യമായാണ് നൽകുന്നത്. 324 പേർക്കാണ് കോഴിക്കുഞ്ഞുങ്ങൾ വിതരണം ചെയ്തത്. ബാക്കി 176 ഗുണഭോക്താക്കൾക്കുള്ള കോഴിക്കുഞ്ഞുങ്ങൾ അടുത്ത 10 ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യും. പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി നിർവഹിച്ചു. ബോബിത സ്റ്റാൻലി സ്വാഗതം പറഞ്ഞു. 4 മേഖലകളിലായി നടന്ന വിതരണത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. 14-കാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 8 വർഷം തടവും 75,000 രൂപ പിഴയും. 14 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് 8 വർഷം തടവും 75,000 രൂപ ശിക്ഷയും വിധിച്ചു. നെന്മാറ വക്കാവ് കിഴക്കേപ്പാടം പ്രമോദിനെയാണ് ആലത്തൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് സന്തോഷ് കെ വേണു ശിക്ഷ വിധിച്ചത്. പിഴ തുകയുടെ 50% തുക അതിജീവിതക്ക് നൽകാനും പിഴ അടയ്ക്കാത്ത പക്ഷം 9 മാസം പ്രതി അധിക തടവ് അനുഭവിക്കണം. 2023 ഏപ്രിൽ 10-നാണ് കേസിനാസ്പദമായ അതിക്രമം നടന്നത്. കിഴക്കുംപാടത്തുള്ള പ്രതിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അന്നത്തെ നെന്മാറ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന വിവേക് നാരായൺ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ TS ബിന്ദു നായർ ഹാജരായി. 17 സാക്ഷികളെ വിസ്തരിച്ചു. 19 രേഖകൾ സമർപ്പിച്ചു. മലമ്പുഴയിൽ അങ്കണവാടി കലോത്സവം സർഗപ്രതിഭാ സംഗമം നടത്തി. അങ്കണവാടി കുട്ടികളുടെ കലോത്സവം സർഗപ്രതിഭാ സംഗമം നടത്തി. മലമ്പുഴ പഞ്ചായത്ത് ICDS പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ അങ്കണവാടി കുട്ടികൾക്കായി സർഗപ്രതിഭാ സംഗമം കലോത്സവം നടത്തി. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവം ഗ്രാമപഞ്ചായത്ത്
പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുമലത മോഹൻദാസ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു അജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് വാഴപ്പള്ളി, കാഞ്ചന സുദേവൻ, വാർഡംഗം മാധവദാസ്, ICDS സൂപ്പർവൈസർ അസീന എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാമത്സരങ്ങൾക്കൊപ്പം ടീച്ചർമാരുടെയും ആയമാരുടെയും തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തക കനിവ് LSN സ്കൂളിൽ നടന്നു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക നിറവ് 2025 ഒറ്റപ്പാലം LSNGHSS നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം KN കുട്ടി കടമ്പഴിപ്പുറം അധ്യക്ഷനായിരുന്നു. മലയാള ഭാഷയ്ക്ക് നിസ്തുല സംഭാവനകൾ നൽകിയ സത്യകുമാരി KPA ചടങ്ങിൽ ആദരിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി C വിജയൻ സാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി. പ്രിൻസിപ്പൽ അഞ്ജു M ആന്റണി, അധ്യാപിക ജസ്ന P ജോസഫ്, സ്കൂൾ ലീഡർ അഥർവ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. 250ഓളം ബാലസാഹിത്യ പുസ്തകങ്ങൾ സ്കൂളിൽ 10-15 തീയതികളിൽ പ്രദർശിപ്പിക്കും. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇവിടെ നിന്ന് പുസ്തകങ്ങൾ വാങ്ങാം. കുട്ടികൾക്കുള്ള സാഹിത്യ മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, മലയാള ഭാഷയ്ക്ക് സംഭാവനകൾ നൽകിയ മുതിർന്ന അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ്, കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും അടക്കം വിവിധ പരിപാടികളാണ് പുസ്തക നിറവിൽ ഉൾപ്പെടുത്തുന്നത്. ജില്ലയിലെ 10 സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പുസ്തക നിറവ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കും. കരിമ്പുഴ പഞ്ചായത്ത് ഓഫീസിലെത്തുന്ന സന്ദർശകർക്ക് ഇനി ചായയോ ഐസ്ക്രീമോ പായസമോ കഴിച്ച് കാത്തിരിക്കാം. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് ഓഫീസിലെത്തുന്നവർക്ക് ഇനി വെറുതെ മുഷിഞ്ഞിരിക്കേണ്ട. ചൂട് ചായയോ ഐസ്ക്രീമോ മധുരമേറിയ പായസമോ നിങ്ങൾക്കായി തയ്യാറാണ് ഇവിടെ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണിത്. സ്വന്തം ഓണറേറിയം തുക വിനിയോഗിച്ച് പ്രസിഡന്റ് KM ഹനീഫ മുൻകൈയെടുത്ത് നടപ്പാക്കിയ സ്നേഹമധുരം 2K25 പദ്ധതിയിലാണ് സന്ദർശകർക്ക് ഈ സൗകര്യം ഒരുക്കിയത്. സ്നേഹമധുരം പദ്ധതി KTDC ചെയർമാൻ PK ശശി ഉദ്ഘാടനം ചെയ്തു. ജിഞ്ചർ, ലെമൺ, പൈനാപ്പിൾ, ഗ്രീൻ തുടങ്ങിയ 4 രുചികളിലാണ് ആഴ്ചതോറും 4 ദിവസം ചായ സത്കാരം. ഒരു ദിവസം ഐസ്ക്രീമും ഒരു ദിവസം പായസവും നൽകും. കുട്ടികൾക്ക് മിഠായിയും കിട്ടും. പ്രതിദിനം 50 മുതൽ 100 വരെ ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നുണ്ട്. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വരുന്ന നവവധൂവരന്മാർക്കും പ്രത്യേക സമ്മാന പദ്ധതിക്ക് തുടക്കമിട്ടു. മാജിദ പർവീൻ, നിയാസ് ദമ്പതിമാർ ആദ്യ സമ്മാനത്തിന് അർഹരായി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ സമ്മാനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം PA തങ്ങൾ, മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, വൈസ് പ്രസിഡന്റ് N സാജിറ, അനസ് പൊമ്പ്ര, സുരേഷ് തെങ്ങിൻതോട്ടം, M മോഹനൻ, കൃഷ്ണനുണ്ണി, K നാരായണൻ, KK ഷൌക്കത്ത് അലി, ഷീബ പാട്ടത്തൊടി, K രജിത, അനസ് പൊമ്പ്ര, നിഷ രാമൻ, സമീറ സലീം, PC കുഞ്ഞിരാമൻ, T ശ്രീജ, CP സാദിഖ്, രാജു കരിയോട്, ചാമി എന്നിവർ സന്നിഹിതരായിരുന്നു. ഒരിടവേള കൂടി. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം വാഹനാപകടം, 2 പേർക്ക് പരിക്കേറ്റു. വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ ബൈക്കിൽ ഇടിച്ചാണ് ഇന്നലെ വൈകിട്ട് അപകടമുണ്ടായത്. പൊത്തപ്പാറ മാധവൻ, പേരക്കുട്ടി ഫിദൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണമ്പ്ര ഭാഗത്തു നിന്നും വന്ന ബൈക്ക് ദേശീയപാത ടോൾ പ്ലാസയ്ക്ക് സമീപം എതിർദിശയിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നാണ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ വന്നിരുന്നത്. ചെന്നൈ പള്ളിക്കരണൈ കേരള സമാജം ഹരിത പുരസ്കാരം രാജേഷ് അടക്കാപ്പത്തൂരിന്. ചെന്നൈ പള്ളിക്കരണൈ കേരള സമാജം ഹരിത പുരസ്കാരം രാജേഷ് അടക്കാപ്പത്തൂരിന്. പരിസ്ഥിതി സംഘടനയായ സംസ്കൃതിയുടെ അമരക്കാരനാണ് രാജേഷ്. മലയാളി സമാജം പരിസ്ഥിതി രംഗത്തുകൂടി പ്രവർത്തനത്തിനും തുടക്കം കുറിക്കുകയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം തന്നെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് രാജേഷിനെ പുരസ്കാരം നൽകി ആദരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ഹിന്ദി ദിനാചരണം പ്രത്യേക അസംബ്ലി നടത്തി വേങ്ങശ്ശേരി ഹൈസ്കൂൾ. വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ ലോക ഹിന്ദി ദിനാചരണത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി നടത്തി. സ്റ്റാഫ് സെക്രട്ടറി K അജിത് തമ്പാൻ, ഹിന്ദി ക്ലബ് കൺവീനർ അമൃത S കുമാർ, P വർഷ എന്നിവർ സംസാരിച്ചു. PB ശിവാനി പ്രതിജ്ഞയും K ആര്യപ്രകാശ് പ്രസംഗവും, TS സഞ്ജീവ് പരിഭാഷാ പ്രസംഗവും, K ജിഷ്ണ ഇന്നത്തെ ചിന്താവിഷയവും അവതരിപ്പിച്ചു. S ശ്രീനന്ദ, T അനുശ്രീ, P അർച്ചന, KR അശ്വതി, NU സനകൃഷ്ണ, M ആര്യ, NK നിയ കൃഷ്ണ, KA അരുണിമ, A അതുല്യ എന്നിവർ പോസ്റ്റ് പ്രദർശനവും, K അരുണിമ, M ആര്യ, NK നിയ കൃഷ്ണ എന്നിവരുടെ ഗാനാലാപനവും ഉണ്ടായി. ചെറുപ്പത്തിൽ ആഗ്രഹം ബസ്
ബസ്സിലെ കിളിയാവാൻ, എങ്കിൽ ഇപ്പോൾ ആഗ്രഹം കർഷകനാവാനാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ചെറുപ്പത്തിൽ ബസ്സിലെ കിളിയാവാനായിരുന്നു ആഗ്രഹം, ഇപ്പോൾ കർഷകനാവണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മണിയടിച്ചാൽ നിർത്തുകയും മണിയടിച്ചാൽ ബസ് നീങ്ങുമ്പോൾ ചാടിക്കയറുന്ന ബസ്സിലെ കിളിയാവാനാണ് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്നതെന്നും, എന്നാൽ പാലക്കാട് വന്നപ്പോൾ കൃഷിയെപ്പറ്റി അറിയുകയും മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തപ്പോൾ കൃഷിക്കാരനാവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും, ഞാനും കുട്ടി കർഷകനായി കൃഷി പഠിച്ച് പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പ്രൊഫഷണൽസ് ആകാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കൾക്കിടയിൽ ആരോഗ്യകരമായ ഒരു മത്സരം നടക്കുന്ന സമയത്ത് കുറേയേറെ ആളുകളെ കർഷകരാക്കുവാൻ വേണ്ടി കൂടി നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ പ്രത്യേകമായി ഈ നാടിന് വേണ്ടി അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളോട് ഞാൻ സ്കൂളിൽ മുമ്പ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താകാനാണ് ഇഷ്ടം ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ സ്റ്റേജൊക്കെ പോയിട്ടാണ് നമുക്ക് ഒരുപാട് കാലത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്ന് ഈ ബസ്സിലെ കിളിയാകണമെന്നുള്ളത്. ബസ്സിൽ ഈ ഡോറൊക്കെ തുറന്നിട്ട് കണ്ടിരിക്കുന്ന ആളാകണമെന്നുള്ളത്. എന്താ കാര്യം വെച്ചാൽ എൻ്റെ കാലഘട്ടത്തിൽ നോക്കുന്നത് ഇയാളൊരു വലിയ സംഭവമാണ്. കാരണം ഞങ്ങൾ കൈ കാണിച്ചാൽ നിർത്താത്ത ബസ് ഇയാൾ പണി അടിച്ചാൽ നിർത്തും. ഇയാളിങ്ങനെ വണ്ടി ഓടുമ്പോൾ തന്നെ ചാടി ബസ്സിനകത്ത് കയറും. എല്ലാ ആളുകളും ഇയാളെ ആരാധന കൂടി നോക്കുന്നത് കാണാം. വലുതാകുമ്പോൾ നല്ല കിളിയാകാം എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ പിന്നെ ഓരോ കാലത്തും ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ വന്നു. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കർഷകനാകാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം നമുക്ക് പ്രോത്സാഹനം കിട്ടിയിട്ടില്ല. ഇപ്പോൾ പാലക്കാട് വന്നതിന് ശേഷമാണ് ഒരു കർഷകനാകണം എന്ന ആഗ്രഹം. അപ്പോൾ ഈ പരിപാടികൾ വെച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രഖ്യാപനം അടുത്ത കാർഷിക രംഗത്താകുമ്പോൾ ഞാനും ഒരു പ്രായം കൊണ്ടല്ലെങ്കിലും ഈ എക്സ്പീരിയൻസ് വെച്ച് ഞാനും അടുത്ത കാർഷിക രംഗങ്ങളിൽ കുട്ടി കർഷകനായിരിക്കും എന്നുള്ളൊരു ഉറപ്പ് ഈ പരിപാടിയിൽ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് ഒരു ഭൂമിയൊക്കെ കണ്ടെത്തി പാട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ, എൻവിയോൺമെന്റ് മൂവ്മെന്റ് എന്നിവ സംയുക്തമായി ഫൈനാൻസ് സൊസൈറ്റിയിൽ സംഘടിപ്പിച്ച കർഷകരെയും കൂട്ടി കർഷകരെയും ആദരിക്കുന്ന ചടങ്ങായ മണ്ണറിഞ്ഞ് വിത്തെറിഞ്ഞ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പുതിയ തലമുറ പ്രൊഫഷണൽസ് ആകുമ്പോൾ കൃഷി ചെയ്യാൻ ആളില്ലാതെ വരികയും ജനങ്ങൾക്ക് അന്നം മുട്ടുമെന്നും അതുകൊണ്ട് കുട്ടികളെ കൃഷി പഠിപ്പിക്കണമെന്നും MLA അഭിപ്രായപ്പെട്ടു. സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് സണ്ണി MJ മണ്ഡപത്തിക്കുന്നേൽ അധ്യക്ഷനായി. HRPEM സംസ്ഥാന പ്രസിഡന്റ് AT മഹേഷ്, P കൃഷ്ണൻ, ഡോക്ടർ ഫിറോസ് ഖാൻ, സുഗീത, മിനി ജോർജ്, ശിവശങ്കരൻ, രവീന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. കുട്ടി കർഷകരെയും കർഷകരെയും മെമന്റോയും മെഡലും നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആദരിച്ചു. HRPEM നാഷണൽ ചെയർമാൻ ജോർജ് സിറിയക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജയചന്ദ്രൻ ഇനിയില്ല, ഭാവാത്മക ഗായക വിസ്മയത്തിന് വിതുമ്പലോടെ വിട ചൊല്ലി നാട്. കണക്കിൽപ്പെടാത്ത 1 ലക്ഷത്തിലേറെ രൂപ പിടികൂടി. CBIയുടെ ആദ്യ പോക്സോ കേസായി വാളയാർ. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച അയാൾക്ക് 25 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.